ഞാനിന്ന് വെണ്ടയ്ക്കപ്പുളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ വെണ്ടയ്ക്കപ്പുളി ഉണ്ടാക്കാനായിട്ട് ഇതാ കുറച്ച് വെണ്ടക്കായ, ഒരു 10-14 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഇതാ വാളംപുളി, പിന്നെ ഒരു 2 തക്കാളി, പിന്നെ ഒരു 3 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കുറച്ച് ഉലുവ കേട്ടോ. ഉലുവ പൊട്ടി തീരുന്നതിന് കടുക്, കുറച്ച് കടുക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതിനകത്ത് ഇടുന്നുണ്ട്. പച്ചമുളക്, ഉള്ളി, കുറച്ച് കറിവേപ്പില കേട്ടോ. എല്ലാം കൂടെ നന്നായി മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തക്കാളി ഇടണം. തക്കാളി ഇടുന്നു. തക്കാളി ഇട്ട് വഴഴുമ്പോൾ നമുക്ക് ഇതിൽ കൂടത്ത് വെണ്ടയ്ക്കയും കൂടെ ഇടാം കേട്ടോ. മല്ലിപ്പൊടിയെ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റണം. വഴറ്റി അത് ഒന്ന് നല്ല വഴഞ്ഞു വരുന്ന സമയത്ത് പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ അരയ്ക്കണം. ഒരു മുറി തേങ്ങ കേട്ടോ. ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടു. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. കുറച്ചല്ല, നമുക്ക് അത്യാവശ്യം ചാറിനനുസരിച്ച് പുളി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് കുറച്ച് തേങ്ങ ചിരകി അരയ്ക്കണം. അപ്പോൾ നല്ലൊരു കറിയായിരിക്കും കാണിക്കാതെ. തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട്. വേണ്ട, ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി റെഡി. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ് വെണ്ടയ്ക്കപ്പുളി. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം.